45-ാം വയസ്സിൽ പച്ചമാങ്ങ വേണമെന്ന് അമ്മ അച്ഛനോട് വാശി പിടിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഇടനെഞ്ചിൽ ഇടുത്തി വീണ പോലെ ഞാൻ നിന്നു. ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ അടക്കാനാകാത്ത ദേഷ്യമാണ് ഉണ്ടായത്. വയസ്സാം കാലത്ത് ഈ കാർന്നോർക്ക് എന്തിൻ്റെ കേടാണെന്ന രീതിയിൽ അച്ഛനെ കടുപ്പിച്ചൊന്ന് നോക്കി. എനിക്ക് മുഖം തരാതെ കോലായിൽ ചെന്നിരുന്ന് ആനന്ദം കൊള്ളുകയായിരുന്നു അച്ഛൻ. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിയായി. എൻ്റെ പല്ലുകൾ കൂട്ടിക്കടിക്കണ ശബ്ദം കേട്ട് കുഞ്ഞനിയത്തി മേൽക്കൂരയിലേക്ക് നോക്കി സ്വയം ചോദിച്ചു, ഇതെന്താ, കല്ലുമഴ പെയ്യുകയാണോ? അവൾക്ക് മുഖം കൊടുക്കാതെ പിന്നാമ്പുറത്തെ തൊഴുത്തിലുണ്ടായിരുന്ന ചെന പിടിച്ച പൂവാലി പശുവിനെ കണക്കിന് ശകാരിച്ചാണ് ഞാൻ അരിശം തീർത്തത്. ആറ്റുനോറ്റ് 1000 വീട് കയറിയിട്ടാണ് ഒരു കല്യാണ ആലോചന ഒത്തുവന്നത്. ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചപ്പോൾ കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കുലച്ചു നിന്ന കണ്ണൻ വാഴയുടെ നടുപ്പിണ്ടിയിൽ ആഞ്ഞു മർദ്ദിച്ചപ്പോഴാണ് ഇത്തിരി സമാധാനം കിട്ടിയത്. മസാല ദോശ കഴിക്കണമെന്ന അമ്മയുടെ ആഗ്രഹം സബലീകരിക്കാൻ ചായക്കടയിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായ കണാരേട്ടൻ വിശേഷങ്ങൾ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു. ഈ വിഷയം നാടാകെ പരന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദേഷ്യം അടക്കി പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന നേരം എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഓരോ മുഖങ്ങളിലും പരിഹാസമാണ് എനിക്ക് കണ്ടെത്താനായത്. വീടിന് പുറത്തേക്കിനി ഇറങ്ങില്ലെന്ന ഉറച്ച തീരുമാനവുമായി ഉള്ളിൽ കയറിയപ്പോഴും വാടിക്കൊഴിഞ്ഞ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അമ്മ. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മനസ്സിൽ ഞാൻ ഭയന്ന പോലെ തന്നെ മുടങ്ങി. മുടക്കം പറഞ്ഞത് വീട്ടുകാരായിരുന്നില്ല, പെൺകുട്ടിയായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടമായത്. എൻ്റെ അമ്മയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ഭാവിയിൽ അവൾക്കൊരു ബാധ്യതയാണത്രേ. അന്ന് കരഞ്ഞു തീർത്ത കണ്ണീരിൻ്റെ അളവ് കുതിർന്നു കനം വെച്ച പഞ്ഞിത്തലയണയ്ക്ക് മാത്രമേ അറിയൂ. പതിവായെന്നും രാത്രി അമ്മയുടെ കയ്യിൽ നിന്നും ഉരുള വാങ്ങി കഴിക്കാറുള്ള ഞാൻ പിന്നീട് അടുക്കള വഴിയിലേക്ക് ചെന്നിട്ടേയില്ല. അതിൻ്റെ ഒരു വിഷാദം അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ഉള്ളിൽ അണയാത്ത ദേഷ്യത്തിൻ്റെ തീക്കനൽ എരിഞ്ഞമരുന്നുണ്ടായിരുന്നു. പിന്നീടൊക്കെ ഞാൻ ആ നിറവേറിലേക്ക് പുച്ഛത്തോടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്നും ഉച്ചത്തിൽ ഓരോന്നും കൽപ്പിക്കാറുള്ള എൻ്റെ അച്ഛൻ പിന്നീട് എന്നെ കാണുമ്പോൾ തിരിഞ്ഞു നടന്നു തുടങ്ങി. എന്തിനും ഏതിനും എന്നെ കളിയാക്കാറുള്ള കാന്താരി പെങ്ങൾക്ക് പോലും എന്നോടൊന്ന് മിണ്ടാൻ ഭയമായിരുന്നു. എൻ്റെ മനോനിലയിലുണ്ടായ മാറ്റം തന്നെയായിരുന്നു അതിന് കാരണവും. തലേ ദിവസം മേശപ്പുറത്ത് അമ്മ കൊണ്ടുവച്ച നാടൻ പശുവിൻ പാല് ഞാൻ കുടിക്കാതെ പാട കെട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പിയിരുന്നു. എങ്കിലും അതൊന്നും എന്നെ ബാധിക്കാത്ത മട്ടിൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മകരമാസത്തിൽ കാവിലെ വേല കാണാൻ പോയപ്പോഴാണ് എൻ്റെ മനോനില ശരിക്കും തെറ്റിയത്. ഉത്സവപ്പറമ്പിൽ അവളും എത്തിയിരുന്നു, എൻ്റെ ഭാവി വധു ആകേണ്ടിയിരുന്നവൾ. എന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്തൊരു പരിഹാസ ചിരി വിടർന്നു. എന്നെ കൂട്ടുകാരികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടവൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തെക്കാളേറെ സങ്കടമാണ് ഉള്ളിൽ തോന്നിയത്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ മദ്യപിച്ച് വീട്ടിൽ ചെന്നത്. പിന്നാമ്പുറത്തെ തൊഴുത്തിലെ പൂവാലി പശുവിൻ്റെ അപ്പുറത്ത് നിന്ന കൂറ്റൻ മൂരിയെ വള്ളിച്ചൂരൽ കൊണ്ട് കണക്കിന് മർദ്ദിച്ചുകൊണ്ട് ഞാൻ ആ ദേഷ്യം തീർക്കുമ്പോഴും കണ്ണീരോടെയാ കട്ടളപ്പടിയിൽ മൗനം പാലിച്ച് ചാരി നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ. വിഷാദമുഖമായ ആ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല ഞാൻ. ദിനംപ്രതി അമ്മയുടെ നിറവയറിന് വികാസം കൂടുന്തോറും എൻ്റെ ഉള്ളിലെ ദേഷ്യം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കല്യാണം മുടക്കിയായ എൻ്റെ ശത്രുവാണ് ആ വയറ്റിൽ വളരുന്നതെന്നുള്ള ബോധമായിരുന്നു അതിന് കാരണം. എങ്കിലും പ്രസവ വാർഡിന് മുമ്പിൽ വല്ലാതെയുള്ള സമ്മർദ്ദത്തോടെയാണ് അച്ഛനൊപ്പം നിന്നത്. തല പുകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഉള്ളിൽ എല്ലാം ശുഭമായി തീരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. വെള്ളക്കുപ്പായമണിഞ്ഞ ആ മാലാഖയുടെ കയ്യിൽ നിന്നും ചോരക്കുഞ്ഞിനെ അച്ഛൻ ഏറ്റുവാങ്ങുമ്പോഴും മുഖം തിരിച്ചു നടക്കുകയാണ് ഞാൻ ചെയ്തത്. ആൺകുഞ്ഞാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ആഹ്ലാദത്തോടെ ഓടിയെടുത്ത എൻ്റെ കാന്താരി പെങ്ങളുടെ മുഖത്തേക്ക് ഒരു ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ടാണ് മടങ്ങിയത്. എങ്കിലും അവൻ്റെ കിളിക്കൊഞ്ചലും കരച്ചിലും എന്നെ വല്ലാതെ മത്ത് പിടിപ്പിച്ചിരുന്നു. ഒന്ന് ലാളിക്കുവാൻ, ഒന്ന് തലോടുവാൻ, ഒന്ന് താരാട്ടുവാൻ എൻ്റെ ഉള്ളം വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും എൻ്റെ ആത്മാഭിമാനം വിലങ്ങുതടിയായി നിലകൊണ്ടിരുന്നു. എൻ്റെ പൊന്നനിയനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒളിഞ്ഞും പാത്തും ഞാൻ ആ മുറിയിലേക്ക് എത്തി നോക്കാറുണ്ട്. 90-ന് അവൻ്റെ പേരുവിളി കർമ്മത്തിൻ്റെ അന്നാണ് ഞാൻ അവനെ ശരിക്കും കാണുന്നത് തന്നെ. പെങ്ങളൂട്ടി പറഞ്ഞത് ശരിയാ, അവന് ശരിക്കും എൻ്റെ മുഖഛായായിരുന്നു. അച്ഛൻ്റെ മടിയിലിരുന്ന് കൈ കാലുകളിട്ടടിച്ച് കളിക്കുന്ന അവനെ കണ്ടപ്പോൾ
എൻ്റെ മിഴികൾ അറിയാതെ നിറഞ്ഞൊഴുകുകയായിരുന്നു. ചടങ്ങിൽ ഏതു പേരാ ഉണ്ണിക്ക് ഇടേണ്ടതെന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ അറിയാതെ എൻ്റെ വായിൽ നിന്നും വീണുപോയി ആ പേര്, ആദികൃഷ്ണ. എനിക്കൊരു മകൻ ഉണ്ടാകുമ്പോൾ ഞാൻ അവനിടാൻ വേണ്ടി കരുതി വച്ച പേര്. അത് കേട്ടപ്പോൾ അമ്മയുടെ കവിളിൽ നിന്നും ആനന്ദാശ്രു കുത്തിപ്പെയ്ത് ഇറങ്ങിയിരുന്നു. ഗൗരവം പൂണ്ടിരുന്ന അച്ഛൻ്റെ മുഖത്തിന് പൂർണ്ണേന്ദ്രനേക്കാൾ തിളക്കമുണ്ടെന്ന് എനിക്ക് തോന്നി. കേട്ടുനിന്ന് എൻ്റെ വഴക്കാളി പെങ്ങൾ ഓടി വന്നെൻ്റെ കവിളിൽ മുത്തി. അച്ഛൻ്റെ കയ്യിൽ നിന്നും ആദ്യമായി ഞാനവനെ ഏറ്റുവാങ്ങുമ്പോഴും അവൻ്റെ മുഖം പരിഭവത്താൽ പൂണ്ടു നിന്നിരുന്നു. കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് അവൻ്റെ ചോരച്ചുണ്ടുകൾ വിഷാദമായി ഇടറിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്തു നിന്നും ഞാൻ ആ ചോദ്യം വായിച്ചെടുത്തു. എന്നോട് ഇപ്പോഴും ദേഷ്യമാണ് കേട്ടാ എന്നായിരുന്നു അത്. ഞാൻ അവൻ്റെ ചുവന്ന നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ്റെ കാതിൽ മെല്ലെ മറുപടി ഓതി. നിന്നെ വെറുക്കാൻ എനിക്കാകുമോ കണ്ണാ, നീ എൻ്റെ കുഞ്ഞനിയനല്ലേ എന്നും പറഞ്ഞ് ഞാനവൻ്റെ പൂങ്കവളിൽ ചുംബിച്ചപ്പോൾ അവൻ്റെ തളർച്ചുണ്ടിൽ പുഞ്ചിരിയുടെ പ്രകാശം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.